ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി ചിക്കൻ 65 ആണ് കേട്ടോ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 ആണ്. അടിപൊളിയാണ്, ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബോൺലെസ് പീസും ഉണ്ട്, കുറച്ച് എല്ലുള്ള പീസും ഉണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ സാദാ ചില്ലി പൗഡർ, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ഉലുവ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു എഗ് വൈറ്റും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എഗ് വൈറ്റ് ചേർത്താൽ ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈ ചെയ്താൽ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ. ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും, പുറം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ എഗ് വൈറ്റ് ചേർത്ത് കൊടുത്താൽ. ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെയ്യുക, കോൺഫ്ലവർ നേരത്തെ ചെയ്ത് വെക്കരുത്. അങ്ങനെ ഇത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കന് എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ. മുങ്ങി നിൽക്കുന്ന പാകത്തിന് ഒഴിക്കണം. കുറഞ്ഞ എണ്ണയിൽ ഫ്രൈ ചെയ്യാൻ കഴിയില്ല കേട്ടോ 65. ഇനി ഇത് ഒന്ന് ആയതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക, അല്ലാതെ ഇളക്കരുത്. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങും പോയി പോവും. അങ്ങനെ ഇത് ഒരു സൈഡ് ആയതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ചിക്കൻ്റെ മുകളിൽ നിന്ന് ഈ സംഭവം കോട്ടിംഗ് ഒന്നും പോവില്ല കേട്ടോ. മസാല അതുമ്മ തന്നെ ഉണ്ടാവേ. ചിലത് മസാല ഊരിപ്പോവും. അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കൊണ്ടാണ്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വറുത്ത് കോരണം കേട്ടോ. ഓവറായാൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. ഇനി ഇത് ഏകദേശം ആയതിനു ശേഷം ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളക്, അതുപോലെ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് കിട്ടിക്കോളും, ചിക്കനിലേക്ക് കിട്ടിക്കോളും. അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. അങ്ങനെ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ദസ് കുക്ക് ആൻഡ് വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.